ഒരു കാര്യം എനിക്ക് തീരുമാനിക്കാൻ പറ്റും. എൻ്റെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് ഞാൻ ഈ പാർട്ടിയുടെ അംഗമായി അവസാന ശ്വാസം വരെ ഉണ്ടാവും എന്ന തീരുമാനം എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് ആർക്കും ഇടപെടേണ്ട ഒരു സൈബർ ഇടത്തിനും ഇല്ലാതാക്കാൻ പറ്റുന്നതല്ല. ഞാൻ ഈ പാർട്ടിയിൽ എന്നോട് വിശ്രമിക്കാനാണ് സൈബർ ഇടത്തിൽ ചിലർ പറഞ്ഞത്. വിശ്രമം എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ ജീവിതത്തിലല്ല, എൻ്റെ മുൻ തലമുറയിലെ പിന്നെ എൻ്റെ പിതാവിന് പോലും ഉണ്ടായിട്ടില്ല വിശ്രമം. അദ്ദേഹവും അടർക്കളത്തിൽ എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ തിരുമുറ്റത്താണ് അദ്ദേഹം പ്രവർത്തന നിരതരായിരിക്കുമ്പം മരണപ്പെടുന്നത്. അതുപോലെ എൻ്റെ അവസാന ശ്വാസം വരെ പാർട്ടി പ്രവർത്തകനായി ഞാനുണ്ടാകും. അതെൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അല്ല, വിഷമമൊന്നുമില്ല. ഇതൊക്കെ സാധാരണ വരുന്ന കാര്യങ്ങളല്ല. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർ വിഷമിച്ചിരിക്കണ്ടേ. ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ സൈബറായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മളെക്കാൾ ഈ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്തവരെ സൈബറിടും വെറുതെ വിട്ടിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ അതിലൊരു ശിശുവല്ലേ. പുതിയ ആളുകൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നതിൽ താങ്കൾ മാത്രമല്ല, മറ്റുള്ളവരും അതൊരു ബാധകമല്ലേ? എല്ലാവരും അങ്ങനെ തന്നെ എടുക്കുള്ളൂ. ഏറെ കാലം ഈ സ്ഥാനത്ത് വഹിച്ച മറ്റു പല ആളുകളും പുതിയ സ്ഥാനത്ത് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ താങ്കൾ മാറി നിൽക്കുന്നു. അല്ല, അത് അങ്ങനെയല്ല. അത് നോക്കുമ്പോൾ ഞാൻ കൂടുതൽ സമയം ഞാനാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റവരൊക്കെ പിന്നീട് വന്നിട്ടുള്ള അവർക്കൊക്കെ ഇനിയും സമയമുണ്ട്, സന്ദർഭമുണ്ട്. ഇനിയും പാർലമെൻ്ററി രംഗം എന്ന് പറയുന്നത് എല്ലാവർക്കും കയറി എല്ലാ സമയത്തും നിൽക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ചില സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ നിന്നതിൽ എത്ര പേര് മാറിയിട്ടുണ്ട്. പുതിയ ആളുകൾ വന്നപ്പോൾ അതിൻ്റെ മുമ്പുള്ളതിൽ കുറേ ആളുകൾ മാറിയില്ലേ. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര ആളുകൾ മാറിയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നാലകത്ത് സൂപ്പി, PKK ബാവ, CT അഹമ്മദ് അലി, ഇവരെല്ലാം നിയമസഭയിലുണ്ടായിരുന്ന ആളുകളല്ലേ. അപ്പോൾ ഒരു ഘട്ടം വരുമ്പം അവരെല്ലാം മാറുകയും പുതിയ ആളുകൾ വരികയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു നവീകരണ പ്രക്രിയ പാർട്ടിക്കകത്ത് സാധ്യമാവുകയുള്ളൂ. അത് മറ്റു പല നേതാക്കൾക്കും എങ്ങനെ? അല്ല, നമുക്ക് ചില ആളുകളെ പിന്നെ ഇതിനെ നയിക്കാം. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അദ്ദേഹം പാർട്ടിയെ നയിക്കേണ്ടതില്ല. ഇതിനകത്തൊരാൾ നയിക്കാൻ വേണം. അതെന്നും അദ്ദേഹമാണ് കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ വിവിധ കാര്യങ്ങൾ ഇടപെടുകയും അതുപോലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിന് വേണ്ടിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം എനിക്കുണ്ടാവില്ല. മനസ്സിലായി.